ഞാൻ ഇന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പം വിപണിയിലുള്ള ഒരു മാൽക്കിമിസ്റ്റ് എന്ന് പറയുന്ന ഒരു ബിസ്ക്കറ്റിന്റെ കാര്യമാണ്. അതിന്റെ ചീസ് ഫ്ലേവറിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഞാൻ ഇന്ന് എനിക്ക് ആദ്യമായിട്ട് ഈ ബിസ്ക്കറ്റ് തരുന്നത് എന്റെ ചിറ്റയുടെ മോനാണ്. എനിക്ക് ആദ്യമായിട്ട് ഈ ബിസ്ക്കറ്റ് തരുന്നത്. ഞാൻ അവരുടെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും അവർ ചിറ്റ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പൊ അവൻ എനിക്ക് അതിൽ നിന്ന് പറഞ്ഞാൽ പൊട്ടിച്ച് തന്ന് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ എന്തായാലും കടയിൽ പോയ സമയത്തൊക്കെ 1-2 വട്ടം ഞാൻ ഈ ബിസ്ക്കറ്റ് ഞാൻ വാങ്ങിച്ച് കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ അത് ഇത്രയും പ്രശ്നങ്ങളുണ്ടെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ലായിരുന്നു. പിന്നീട് ഇത് ഞങ്ങളുടെ വാതിക്കൽ തന്നെ കടയിൽ ഞാൻ നോക്കുമ്പോൾ എപ്പോഴും അവരുടെ ഒരു ഷെൽഫിന്റെ ഒരു സൈഡിൽ ഫുള്ളി ബിസ്ക്കറ്റും, പിന്നീട് പിറ്റേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഇത് ബിസ്ക്കറ്റ് കാണത്തേ ഇല്ല. അയാളുടെ ആ ഒരു കൗണ്ടറിൽ തന്നെ എങ്ങനെ പോയാലും 35-40 ബിസ്ക്കറ്റ് അയാൾ എടുത്ത് വെച്ചിട്ടാണ് പെട്ടെന്ന് തീരുന്നത്. ഒപ്പം തന്നെ ടൈഗർ ബിസ്ക്കറ്റും 6 ഇട്ട് അതുപോലെ ഗുഡ് ഡേ ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇരുന്നിട്ട് പോലും അതൊന്നും ചെലവാകുന്നില്ല. ഇത് പക്ഷെ പെട്ടെന്ന് പോകുന്നുണ്ട്. അപ്പൊ പിള്ളേർക്ക് ഇതിന്റെ അകത്ത് എന്തോ ഭയങ്കര താല്പര്യമുണ്ടെന്ന് തോന്നി. അപ്പൊ ഞാനും കഴിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോഴത്തേക്ക് ഞാനും ആ നല്ല ബിസ്ക്കറ്റ് ആണല്ലോ എന്ന് തന്നെ കരുതിയത്. അപ്പൊ ഇന്നിപ്പോ ഞാനിപ്പോ ഒരു റിലേറ്റീവിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആ ടൈമിൽ അവർക്ക് കൊടുക്കാനുള്ള സാധനങ്ങൾ കുറച്ച് വാങ്ങിയപ്പോഴത്തേക്കും ബിസ്ക്കറ്റ് വാങ്ങിക്കാമെന്നും പറഞ്ഞാണ് അവിടെ നിന്നത്. അപ്പൊ ഒരു അച്ഛനും മോനും കൂടെ ആ കടയിൽ വന്നു. ആ കടയിൽ വന്ന പയ്യന് സാധാരണ ബിസ്ക്കറ്റ് മേടിച്ചു കൊടുത്തിട്ട് അവൻ പറ്റുന്നില്ല. അവൻ അവിടെ കിടന്ന് തുള്ളിക്കൊണ്ടിരിക്കുക, ഇത് കിട്ടിയേ പറ്റത്തുള്ളൂ. ആ ടൈമിൽ തന്നെ ഞാൻ ഈ സംഭവം വാങ്ങിക്കുകയും ചെയ്തു. കണ്ടപ്പോൾ മാൽക്കിമിസ്റ്റ് വേണമെന്ന് പറഞ്ഞ് അവൻ കിടന്ന് അവിടെ കിടന്ന് ബഹളം വെച്ചോണ്ടിരിക്കുക. അപ്പൊ ഞാൻ അയാളെ നോക്കി ചിരിച്ചപ്പോഴത്തേക്ക് അയാൾ പറയാം, എന്താണെന്ന് അറിയത്തില്ല, ബിസ്ക്കറ്റ് ഇല്ലാണ്ട് പറ്റത്തില്ല, കൊണ്ടുവന്ന് ഉടനെ തന്നെ ഒറ്റ പാക്ക് ഒറ്റയടിക്കിരുന്ന് കഴിക്കും, എപ്പോഴും അവന് ഈ ബിസ്ക്കറ്റ് വേണം, ഇതിന്റെ മൂത്തങ്ങളും ഉണ്ട്, അവർക്ക് ഈ ബിസ്ക്കറ്റ് തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സിൽ ഒരു സംശയം തോന്നി, പറഞ്ഞാൽ രുചി കൊണ്ട് മാത്രമാണോ ഇവർ ഇത്രയും പിള്ളേർക്ക് ഇത്രയും താല്പര്യം തോന്നുന്നത്? ഈ പറഞ്ഞ എനിക്കാണെങ്കിലും കഴിച്ചിട്ട് എനിക്ക് പൊതുവെ ഇങ്ങനെ ബേക്കറി ഫുഡിനോട് അത്രയും താല്പര്യമില്ല. പക്ഷേ ഇത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കാണെങ്കിൽ കടയിൽ ഇരിക്കുന്ന കാണുമ്പോഴത്തേക്കും വാങ്ങിച്ചാലോ തോന്നാറുണ്ട്. പിന്നെ വേണ്ട, ഇത്രയും മധുരം എല്ലാം കൂടെ അടിച്ച് കയറ്റണ്ടെന്ന് കരുതിയിട്ട് ഞാൻ തന്നെ ഒഴിവാക്കിയതാ. പിന്നെ ചിറ്റയുടെ മക്കളാണെന്നുണ്ടെങ്കിലും ശരി, ഈ ബിസ്ക്കറ്റിനെ കുറിച്ച് ഭയങ്കര താല്പര്യം കാണിക്കുന്ന ഒരു പാലിന്റെ അംശം കൂടുതലുള്ള ഒരു ബിസ്ക്കറ്റ് ഞങ്ങൾ ഈയിടെ ചിറ്റയുടെ മക്കളൊക്കെ ആയിട്ട് പോയപ്പോൾ അത് വാങ്ങിച്ചപ്പോൾ പിള്ളേർക്ക് അതിനേക്കാളും കൂടുതൽ താല്പര്യം പോലും ഈ മാൽക്കിമിസ്റ്റിനോടാണ് തോന്നിയത്. അപ്പൊ ഞാൻ അത് വെച്ചിട്ട് ഞാനത് എടുത്ത് അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ അത് ഏറ്റവും കൂടുതലുള്ളത് ഷുഗർ സിറപ്പും അതുപോലെ മൈദയും പാമോയിലും ഒക്കെ ചേർത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ അകത്തൊരു ഒരു കണ്ടന്റ് കണ്ടായിരുന്നു. അത് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അത് അഡിക്ഷൻ ഉളവാക്കുന്ന ഒരു തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് ആണെന്നാ, അല്ലെങ്കിൽ ഒരു സാധനമാണെന്നാ പറയുന്നത്. അപ്പം ഇത്രയും അഡിക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു സാധനം കൂടെ അതിൻ്റെ അത് ചേർക്കുന്നുണ്ടായിരിക്കാം നമുക്കൊക്കെ അത് കഴിച്ചതിന് ശേഷം അത് വീണ്ടും കഴിക്കണം എന്നൊരു തോന്നൽ വരുന്നെന്ന് എനിക്ക് തോന്നുന്നു. അത് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കാണാം. ഞാൻ അതിന്റെ സംഭവം ഞാനിപ്പോൾ എൻ്റെ പെട്ടെന്ന് എൻ്റെ മെമ്മറിലോട്ട് വരുന്നില്ല. ഞാനത് ഗൂഗിൾ ചെയ്ത് നോക്കിയേണ്ട ഇതുണ്ട്. അത് ഞാൻ ഈ വീഡിയോയുടെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ആ ഒരു കണ്ടന്റ് ഏതാണെന്നുള്ളത് ഞാൻ കൊടുക്കാം. അത് നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഗൂഗിൾ ചെയ്താണെങ്കിലും നോക്കാം. അപ്പൊ അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഇതിന്റെ വെബ്സൈറ്റിൽ കയറി നോക്കുമ്പോഴത്തേക്ക് അവർ കസ്റ്റമറുമായിട്ടുള്ള ഒരു ലോങ് റൺ റിലേഷൻഷിപ്പ് ആണ് പറയുന്നത്. തീർച്ചയായിട്ടും അത് നടക്കും. കാരണം ഇത്രയും അഡിക്ഷൻ ആയിട്ടുള്ള ഒരു സാധനം തരുവാണെന്നുണ്ടെങ്കിൽ ഈ ചെറുപ്പം തൊട്ടേ ഇത് കഴിക്കുന്ന പിള്ളേർക്ക് എന്തായാലും അത് വലുതായി കഴിഞ്ഞാലും ശരി ഇത് വേണമെന്ന് തോന്നും. ഈ ഒരു സംഭവമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്തായാലും കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞ റിക്വസ്റ്റ് ആണ്, ആരും ഈ സാധനം പിള്ളേർക്ക് വാങ്ങിച്ച് കൊടുക്കാണ്ടിരിക്കുക. അത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ഒക്കെ ഒന്ന് വായിച്ചിട്ട് കൊടുക്കാൻ നോക്കുക. കാരണം അത്രത്തോളം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സാധനമാണത്. അതെന്തോ കോമ്പറ്റീഷൻ ഇല്ലാത്തതുകൊണ്ടും അതിനെന്താ പറയാ, ആ ഒരു സെയിം രുചിയിലോ അല്ല കാര്യങ്ങളിലോ ഒന്നും വേറെ സാധനം ഇറങ്ങാത്തതുകൊണ്ടാണ് എല്ലാവരും ഇതിന്റെ പുറകെ പോകുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് അവർ സർവീസ് സൈസ് കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണമാണ് കഴിക്കാനായിട്ട് പറയുന്നത്. ഈ പിള്ളേരൊക്കെ കുത്തിയിരുന്ന് അതിൻ്റെ അകത്തുള്ള 10 പീസ് അതിൻ്റെ അകത്തുള്ളത്. ഈ 10 പീസൊക്കെ ഇന്ന് തിന്നുമ്പോഴത്തേക്ക് ആ പിള്ളേരുടെ ശരീരത്തിലേക്ക് എത്രത്തോളം ഷുഗറിന്റെ അംശമാണ് കയറിപ്പോന്ന് ആലോചിച്ച് നോക്കിയത്. അതിൻ്റെ അകത്ത് പിന്നെ പോരാത്തതിനകത്ത് സിന്തറ്റിക് ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്. അപ്പം ഈ ചീസ് ബിസ്ക്കറ്റിനകത്തും ചീസ് ബിസ്ക്കറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ചീസിന്റെ ഫ്ലേവർ മാത്രമേ ഉള്ളൂ. അതും ചെറിയൊരു ഘടകം മാത്രമേ ഉള്ളൂ, 1-2% മാത്രമേ ചേർത്തിട്ടുള്ളൂ. ബാക്കി മൊത്തം സിന്തറ്റിക് ഫുഡ് കളറും അതുപോലെ ഈ പറയുന്ന അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഈ സാധനമൊക്കെയാണ് അത് ചേർത്തിരിക്കുന്നത്. അപ്പം ദയവ് ചെയ്ത് മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഈ സംഭവം മേടിച്ച് പിള്ളേർക്ക് കൊടുക്കാണ്ടിരിക്കുക. വേറെ എന്തെങ്കിലും ബിസ്ക്കറ്റോ കാര്യങ്ങളോ കൊടുത്താൽ ഇത് കൊടുക്കരുത്. അത്രയും ഡേഞ്ചറാണ്. ഞാൻ എന്തെങ്കിലും പറയുന്നതിൽ ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ട് അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് ചെക്ക് ചെയ്യുക.